കൂട്ടുകാരെ, ഇന്ന് വന്നിരിക്കുന്നത് ട്രിവാൻഡ്രത്താണ്. സുന്ദരപാണ്ഡിപുരത്തെയും തെങ്കാശിയെയൊക്കെ വെല്ലുന്ന അതിമനോഹരമായ സൂര്യകാന്തി പാടത്തെ കാണാൻ വേണ്ടി വന്നതാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് ട്രിവാൻഡ്രം ജില്ലയിലെ നെയ്യാറ്റിൻകരയിലെ ഊരമിള എന്ന ചെറിയ ഗ്രാമത്തിലാണ്. അടിപൊളിയാണ് കാഴ്ചകളൊക്കെ. കാഴ്ചകളുടെ മായാവസന്തം തീർത്തിട്ടുണ്ട്. സൂര്യകാന്തി എല്ലാം പൂത്തുലഞ്ഞ് നിൽപ്പുണ്ട്. ഈ ഒരു സൂര്യകാന്തി വസന്തം കാണാനായിട്ട് അങ്ങ് ദൂരെ സുന്ദരപാണ്ഡിപുരത്തിലേക്കോ തേനിയിലോ തെങ്കാശിയിലോ ഒന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് നമുക്ക് കണ്ടിട്ട് വരാം. ബാ. 2 ഗജകേസരിമാർ നമ്മളെ ഉള്ളിലേക്ക് ആനയിക്കാനായിട്ട് നിർത്തിയിട്ടുണ്ട്. ബാ. കയറി ചെല്ലുമ്പോൾ തന്നെ കരനെല്ലിൻ്റെ ഒരു ചെറിയൊരു പാടം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ വിളവൊന്നും ആയിട്ടില്ല, ജസ്റ്റ് കരനെല്ലാണ്. കാണാനൊക്കെ നല്ല ഭംഗിയാണ്. നമ്മൾ പാടത്തല്ലേ കണ്ടിട്ടുള്ളൂ മാക്സിമം. ഇത് കണ്ടോ, കരനെല്ലാണേ. അതിരാവിലെയാണ്. സമയം ഏകദേശം ഒരു 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ ഫാമിൻ്റെ സമയക്രമം രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ്. സൂര്യൻ ഉദിച്ചു വരുന്ന ദിശയിലേക്ക്, അതായത് കിഴക്കിലേക്ക് നോക്കി എല്ലാ സൂര്യകാന്തിയും കൂട്ടത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് ഭംഗിയാണ് നോക്കിക്കേ. ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കാനായിട്ടേ പോര്. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ കേട്ടോ. ഇത് 14 വരെയൊക്കെ, ഈ മാസം 14 വരെയൊക്കെ ഉള്ളൂ ഈ പ്രവർത്തനം. അപ്പോൾ ഇത് നേരിട്ട് കണ്ട് ആസ്വദിക്കാനായിട്ട് പോരും. നമുക്ക് അകത്ത് കാഴ്ചകളൊന്ന് കണ്ടിട്ട് വരാം. അടിപൊളിയാണ്. സൂപ്പറാണ്. വാ, അകത്തേക്ക് വീണ്ടും പൊയ്ക്കോളാം. ഒത്തിരി ഉണ്ട്, ഒത്തിരി ദൂരത്തിലേക്ക് ഇവർ കൃഷി ചെയ്തിട്ടുണ്ടേ. അടിപൊളിയാണ്. ഈ പണ പിടിച്ചിട്ടാണ് ഇത് നട്ടിരിക്കുന്നത്. സൂര്യകാന്തി നട്ടിരിക്കുന്നത് പണ പിടിച്ചിട്ടാണ്. ഒരു പണയിൽ തന്നെ 2 വരിയായിട്ടാണ് നട്ടിരിക്കുന്നത്. ഏകദേശം കണ്ണെത്താ ദൂരത്ത് തന്നെ നല്ല രീതിക്ക് സൂര്യകാന്തി മൊത്തത്തിൽ വിരിഞ്ഞ് നിൽപ്പുണ്ട്. ഈ കാഴ്ച നേരിട്ട് കാണാൻ നല്ല അതിമനോഹരമാണ്. അപ്പോൾ ഈ കാഴ്ചകൾ ഏകദേശം ഈ മാസം 14 ക്ലോസ് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ഇതിന് പ്രത്യേക ഡേറ്റ് ഒന്നും വച്ചിട്ടില്ല. സൂര്യകാന്തി പൂവ് എപ്പോഴാണോ വാടി കുരിഞ്ഞു പോകുന്നത് ആ ഒരു സമയം വരെ ഈ ഒരു പാടം പ്രവർത്തിക്കുമെന്നാണ് ഇതിൻ്റെ സംഘാടകരായ സിജു സാറും കൂട്ടരും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. അപ്പോൾ as soon as possible മാക്സിമം ഫാസ്റ്റായിട്ട് കാണാനായിട്ട് വരിക. അതിമനോഹരമാണ്. നേരിൽ കാണാനും ഇവരുടെ കൂടെ നിന്ന്, ഈ ഒരു സൂര്യകാന്തി പാടത്തിൽ കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കാൻ അടിപൊളിയാണ്. ധാരാളം സഞ്ചാരികൾ വരുന്നുണ്ട്. നമുക്ക് ഉള്ളിലേക്ക് പോയി കുറച്ചുകൂടെ കാഴ്ചകളൊക്കെ പകർത്തിയിട്ട് വരാം. വാ. ഈ പാടത്തിൽ നടന്ന് ക്ഷീണിക്കുകയാണെങ്കിലേ ഇവിടെ നിന്ന് ഇങ്ങനെ റിലാക്സ് ചെയ്യാനായിട്ട് മുള കൊണ്ടുണ്ടാക്കിയ കുറച്ച് ചെയർ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇരുന്ന് റിലാക്സായി നമുക്കിങ്ങനെ വിശ്രമിച്ച് എല്ലാം നമുക്ക് കണ്ടുവരാം. അതുപോലെ തന്നെ ഒരു സംഭവം ഉണ്ടേ, ഒരു വാച്ച് ടവർ. എല്ലാം ഒരേ സമയത്ത് പൂത്തതുണ്ടാവണം. നല്ല ഭംഗിയുണ്ട്. ഈ വാച്ച് ടവറിൻ്റെ മുകളിലുള്ള വ്യൂ കാണിച്ചു തരാം. സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്നത് ഏകദേശം 2 ഏക്കർ സ്ഥലത്തിലാണ്. ഇവിടെ തന്നെ പ്രീ വെഡിങ് ഷൂട്ടിങ്ങുകളും അലോ ചെയ്യുന്നുണ്ട്. പലയിടങ്ങളിൽ നിന്നായി ആൾക്കാർ ഷൂട്ടിങ്ങിനായി എത്തുന്നതും ഒരു കൗതുക കാഴ്ച തന്നെയാണ്. പ്രവേശനത്തിന് ശേഷം എത്ര നേരം വേണോ ഇതിനകത്ത് സ്പെൻഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതും ഒരു ഹൈലൈറ്റ് തന്നെയാണ്. ഇത് നെയ്യാറ്റിൻകരയിലെ കാർഷിക ഗ്രാമമായ ഊരമിളയിലെ ഒരു കൂട്ടം കൃഷിക്കാരുടെ സംയോജനമായിട്ടുള്ള പരിപാടിയാണിത്. ഇതിന് മുന്നേ ഓണത്തോടനുബന്ധിച്ച് ഇവർ ഈ ഭാഗത്ത് തന്നെ മാരിഗോൾഡ്, അതായത് നമ്മുടെ ജമന്തി പൂവിൻ്റെ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് തന്നെ ആൾക്കാർ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് വീണ്ടും അവരിത് ഇത്തവണ സൂര്യകാന്തി പാടവുമായിട്ട് എത്തിയിട്ടുള്ളത്. ഇത് നമുക്ക് അവിസ്മരണീയമായ കാഴ്ചയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്കൊരു നയനമനോഹരമായിട്ടുള്ള ഈ കാഴ്ചകളുടെ കൂടെ തന്നെ രാത്രി കാലങ്ങളിൽ സ്റ്റേജിൽ പ്രോഗ്രാംസും വരുന്ന കാണികൾക്കായിട്ട് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. സംഘാടകരൊക്കെ നല്ല രീതിക്ക് ഇതിന് പ്രയോജനമായിട്ട് കൂടെ തന്നെയുണ്ട്. ഈ ഒരു സംരംഭത്തെ എല്ലാവരും വിജയിപ്പിക്കാനായിട്ട് ഒന്ന് ശ്രമിക്കുക. എല്ലാവരും വന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ചിട്ട് പോവുക. സൺഫ്ലവറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫോട്ടോസ് നല്ല 4K കണ്ടിട്ടില്ലേ? അതുപോലെ തോന്നുന്നില്ലേ ഈ ക്യാൻവാസും? നേരിൽ കാണുമ്പോൾ കുറച്ചുകൂടെ കിടിലമാണേ. സെൽഫി വിത്ത് സെലിബ്രിറ്റി എന്ന് പറഞ്ഞൊരു ഓപ്ഷനും കൂടെ ഉണ്ട്. അപ്പോൾ സിനിമാ നടൻ്റെ കട്ടൗട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് സൂപ്പറായിട്ട് വേണമെങ്കിൽ സെൽഫിയൊക്കെ എടുത്ത് മടങ്ങാവുന്നതാണ്.
കയറി വരുന്ന ഭാഗത്ത് തന്നെ ഒരു കുളം സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ ആകട്ടെ ധാരാളം മീനുമുണ്ട്. നമുക്ക് ആവശ്യാനുസരണം മീൻ ചൂണ്ടയിട്ട് പിടിക്കാവുന്നതാണ്. പക്ഷേ ചൂണ്ടയിട്ട് പിടിക്കുന്ന മീനുകളെ നമ്മൾ വാങ്ങിക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വളർത്തു മീനിൻ്റെ വിൽപ്പനയും കൂടെ അവിടെ ഉണ്ട്. നമുക്ക് ആവശ്യാനുസരണം അവിടെ നിന്ന് വാങ്ങിക്കാവുന്നതാണ്. സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിച്ചേക്കണേ.